അപ്പൻ ഇങ്ങനെ വെറും ഒരു രാഷ്ട്രീയക്കാരനാവാതെ ഇത് ജയവും തോൽവിയും ഒന്നും അല്ലപ്പാ. അവളുടെ ജീവിതം അവൾ തിരഞ്ഞെടുത്തു. അവൾ പറഞ്ഞ ആ സിസ്റ്റർ ഉണ്ടല്ലോ, ഞങ്ങൾ ഒന്നിച്ച് ലോ കോളേജിൽ പഠിച്ചതാ. ഞങ്ങളുടെ 1ാം റാങ്കുകാരിയാ സിസ്റ്റർ കാതറിൻ. വക്കീലായിട്ട് അവൾ വാദിച്ചതൊക്കെ പാവങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ആ എൻഡോസൾഫാൻ ഫാക്ടറിക്കെതിരായി സമരം ചെയ്തവരുടെ കൂട്ടത്തിൽ ഈ സിസ്റ്ററും ഉണ്ടായിരുന്നു. അപകടമാണെന്നറിഞ്ഞിട്ടും ആ പാവങ്ങളെ രക്ഷിക്കാൻ അവസാനം വരെ അവർ പോരാടി. അങ്ങനെ അവർക്ക് ക്യാൻസർ പിടിപെട്ടത്. ഇപ്പോൾ ആ ഫാക്ടറി പൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ആ സിസ്റ്ററിന്റെ ഒറ്റ കഷ്ടപ്പാടാണ്. ഒരു മീഡിയ അത് റിപ്പോർട്ട് ചെയ്യില്ല. കാരണം അവർക്ക് മുൻപിൽ ഇവരൊക്കെ വെറും പാവപ്പെട്ട കന്യാസ്ത്രീകളാണ്. എന്നിട്ട് എന്ത് കിട്ടാനാപ്പാ? ആളുകളുടെ കയ്യിൽ നിന്നും കഴുത്തിറക്കുന്ന പൈസ വാങ്ങിച്ച് അവരുടെ നിസ്സഹായതയെ ചൂഷണം ചെയ്തുണ്ടാക്കുന്ന പൈസ കൊണ്ട് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുമോ അപ്പാ? ഇത്രയും കാലം ഈ രാഷ്ട്രീയത്തിലെ സ്വാധീനം കൊണ്ട് അപ്പനുണ്ടാക്കിയ പൈസ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ അപ്പാ? ഒരു ദിവസമെങ്കിലും അപ്പൻ മനസ്സമാധാനത്തോടെ കിടന്നൊന്ന് ഉറങ്ങിയിട്ടുണ്ടോ?